നമസ്കാരം. ഈ സുന്ദരി അടിച്ചു മാറ്റിയത് $4 ബില്യൺ. കഴിഞ്ഞ 7 വർഷമായി പിടികിട്ടാപ്പുള്ളി. FBI തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത് $5 മില്യൺ. ന്യൂസിൻ്റെ ഇന്ന് പരിശോധിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരുടെ കഥ. ക്രിപ്റ്റോ ക്യൂൻ എന്ന ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഡോക്ടർ റുജ ഇഗ്നറ്റോവ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളികളിൽ ഒരാളാണ്. ഭാവിയുടെ സാമ്പത്തിക ക്രമം നിർണ്ണയിക്കാൻ കഴിയുന്ന ബിസിനസ്സുകാരിയെന്ന് മാധ്യമങ്ങൾ ഒരു കാലത്ത് എഴുതിയ ഈ 44-കാരി ഇന്ന് ഇവർ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് ലോകത്തിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്ന നിലയിലാണ്. പുതിയ കാലത്തിന്റെ സാധ്യതയായ ക്രിപ്റ്റോ കറൻസി സ്വന്തമായി ഇറക്കിയാണ് അവർ ഉഗാണ്ട അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പോലും കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. ബിറ്റ്കോയിനെ ഔട്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് അവർ തന്റെ OneCoin എന്ന ക്രിപ്റ്റോ കറൻസി ഇറക്കിയത്. മണി ചെയിൻ ശൃംഖലയിലൂടെയാണ് OneCoin വിതരണം ചെയ്തത്. ഇതിലൂടെയും അവർ കോടികൾ സമ്പാദിച്ചു. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതികളിലൊന്ന് എന്നാണ് OneCoin തട്ടിപ്പിനെ കുറിച്ച് ദ ടൈംസ് വിശേഷിപ്പിച്ചത്. 2019 പോഡ്കാസ്റ്റ് പരമ്പരയായ ദി മിസ്സിംഗ് ക്രിപ്റ്റോ ക്യൂനിലൂടെ BBC ആണ് ഇവരുടെ ചരിത്രം തേടിപ്പിടിച്ചത്. 2022 അതേ പേരിൽ ഇത് പുസ്തകവുമായി. ക്രിപ്റ്റോ വിപണികളിൽ നിക്ഷേപകർ ഏറെ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നാണ് ഇത്തരം തട്ടിപ്പുകൾ ചൂണ്ടിക്കാട്ടുന്നത്. 2017 മുങ്ങിയ റുജ ഇഗ്നറ്റോവ നമ്മുടെ സുകുമാരക്കുറുപ്പിനെ പോലെ ഒരു ക്രിമിനൽ മിത്തിന് സമാനമായിട്ടുണ്ട്. ഈ സൗന്ദര്യധാമത്തെ ദുബായിൽ കണ്ടു, ഓസ്ട്രേലിയയിൽ കണ്ടു എന്നൊക്കെ ഇടയ്ക്കിടെ വാർത്തയും വരാറുണ്ട്. 2018 ഇഗ്നറ്റോവ ബൾഗേറിയൻ മാഫിയയിൽ കൊല്ലപ്പെട്ടുവെന്നും വാർത്ത വന്നിരുന്നു. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മറ്റൊരു മുഖവുമായി മറ്റൊരു ഐഡന്റിറ്റിയിൽ ഇന്റർപോൾ തിരയുന്ന ഈ കോടീശ്വരി ലോകത്തെവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നും പറയുന്നു. ഇപ്പോൾ തുക 5 മില്യണാക്കി ഉയർത്തിയിട്ടും ഇവരെക്കുറിച്ചും ഒരു വിവരവുമില്ല. അടിമുടി പ്രഹേളികയാണ് റുജ ഇഗ്നറ്റോവയുടെ ജീവിതം. ബൾഗേറിയയിലെ റൂസിൽ ഒരു റൊമാനിക് കുടുംബത്തിൽ 1980 മെയ് 30 റുജ ഇഗ്നറ്റോവ ജനിച്ചത്. അവൾക്ക് 10 വയസ്സുള്ളപ്പോൾ കുടുംബം ജർമ്മനിയിലേക്ക് കുടിയേറുകയായിരുന്നു. ബാഡൻ വുട്ടംബർഗ് സംസ്ഥാനത്തിലെ ഷ്രാംബർഗിലായിരുന്നു ബാല്യം. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതായും പറയപ്പെടുന്നു. പക്ഷേ കോളേജ്, കോഴ്സ്, മെട്രിക്കുലേഷൻ തീയതി എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് BBC നടത്തിയ അന്വേഷണത്തിൽ പറയുന്നു. പക്ഷേ റുജ ചെറുപ്പത്തിലെ പഠിക്കാൻ മിടുക്കിയായിരുന്നുവെന്ന് സഹപാഠികൾ സമ്മതിക്കുന്നുണ്ട്. 2005 ജർമ്മനിയിലെ കോൺസ്റ്റന്റ് സർവകലാശാലയിൽ നിന്ന് അന്താരാഷ്ട്ര നിയമത്തിൽ അവർ PhD നേടി. മക്കിൻസി ആൻഡ് കമ്പനി അടക്കമുള്ള പല പ്രശസ്തമായ കമ്പനിയിലും റുജ ജോലി ചെയ്തിട്ടുണ്ട്. മികച്ച അക്കാദമിക് യോഗ്യതകളും തൊഴിൽ പരിചയമുള്ള വ്യക്തിയാണ് റുജ ഇഗ്നറ്റോവ എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഈ അനുഭവ സമ്പത്ത് ആളുകളെ കയ്യിലെടുക്കാൻ അവൾ വിനിയോഗിച്ചു. ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിലും അവർ ആയിരങ്ങളെ ആകർഷിച്ചിരുന്നു. ഇതിനിടെ ഒരു ജർമ്മൻ അഭിഭാഷകനുമായി റുജയുടെ വിവാഹം കഴിഞ്ഞു. ഈ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട്. പക്ഷേ ഈ വിവരങ്ങളൊന്നും എവിടെയുമില്ല. BBC ലേഖകർ ജർമ്മനിയിൽ വിശദമായി തിരച്ചിൽ നടത്തിയിട്ടും റുജ ഇഗ്നറ്റോവയുടെ ഭർത്താവിനെയോ ബന്ധുക്കളെയോ കണ്ടുകിട്ടാനായില്ല. കുട്ടിയുമായി അവർ ഇരിക്കുന്ന ഒരു ഫോട്ടോ മാത്രമാണ് ബാക്കിയുള്ളത്. നേരത്തെ തന്നെ തട്ടിപ്പ് കേസുകൾ ഈ കുടുംബത്തിന് നേരെ ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ 2012 റുജയുടെ പിതാവ് പ്ലാമൻ ഇഗ്നറ്റോവ് ഒരു കമ്പനി ഏറ്റെടുത്തതായി ബന്ധപ്പെട്ട കേസുണ്ടായി. കമ്പനിയുടെ നടത്തിപ്പ് ഡോക്ടർ റുജയ്ക്കായിരുന്നു. പാപ്പരായി പ്രഖ്യാപിച്ച് തടിയുരാനുള്ള അവരുടെ ശ്രമമൊന്നും നടന്നില്ല. റുജ വഞ്ചനാ കുറ്റത്തിന് 14 മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു. പിന്നീട് അപ്പീലിൽ ശിക്ഷ കുറച്ചെങ്കിലും വഞ്ചനാ കുറ്റം നിലനിന്നു. പക്ഷേ അതൊന്നും മാധ്യമ ശ്രദ്ധ കിട്ടുന്ന വലിയ കേസായി ഉയർന്നിരുന്നില്ല. പെട്ടെന്ന് കോടീശ്വരിയാവാനുള്ള ആഗ്രഹമാണ് റുജ ഇഗ്നറ്റോവയെ ക്രിപ്റ്റോ കറൻസിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴേക്കും അവർ വിവിധ കമ്പനികളിൽ ജോലി ചെയ്ത് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ വളർന്നിരുന്നു. 2014 ഇഗ്നറ്റോവ OneCoin കൊണ്ടുവന്നത്. ബിറ്റ്കോയിൻ ആയിരുന്നു അന്നത്തെ പ്രധാന എതിരാളി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് US ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള 3 ദശലക്ഷം വ്യക്തികളിൽ നിന്ന് നിക്ഷേപം നേടാൻ അവൾക്ക് സാധിച്ചു. 2016 പകുതിയോടെ ബിറ്റ്കോയിന്റെ മൂല്യം $100 കണക്കിന് ഉയർന്നത് നിക്ഷേപകർക്കിടയിൽ ആവേശമുണ്ടാക്കിയിരുന്നു. ഈ പുതിയ വിപ്ലവത്തിന്റെ ഭാഗമാകുമെന്ന പ്രതീക്ഷയിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ തങ്ങളുടെ സമ്പാദ്യം OneCoinൽ നിക്ഷേപിച്ചു. 2016 ആദ്യ 6 മാസങ്ങളിൽ ബ്രിട്ടീഷുകാർ ഏകദേശം €30 ബില്യൺ OneCoinൽ ചെലവഴിച്ചതായി രേഖകൾ കാണിക്കുന്നു. 2014 ഓഗസ്റ്റിനും 2017 മാർച്ചിനും ഇടയിൽ ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ നിന്നായി €4 ബില്യൺ OneCoinൽ നിക്ഷേപം വന്നു. പാകിസ്ഥാൻ മുതൽ ബ്രസീൽ വരെ, ഹോങ്കോങ് മുതൽ നോർവേ വരെ, കാനഡ മുതൽ യമനും വരെ, എന്തിന് ഫലസ്തീനിലും ഉഗാണ്ടയിലും വരെ OneCoinന് വേണ്ടി നിക്ഷേപങ്ങൾ വന്നു തുടങ്ങി. മണി ചെയിൻ മോഡലിൽ ആളെ ചേർത്ത് ബിസിനസ് വർദ്ധിപ്പിച്ചതാണ് ഉഗാണ്ട അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും OneCoin പ്രചാരണത്തിൽ വരാൻ കാരണമെന്ന് BBC റിപ്പോർട്ടിൽ പറയുന്നു. MLM എന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ലോകത്ത് നിയമവിരുദ്ധമല്ല. ആംവേ, ഹെർബലൈഫ് അടക്കമുള്ള പ്രമുഖ കമ്പനികൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ പേരിൽ നിരവധി വിവാദങ്ങളും ഉണ്ടായി. കാരണം സാധാരണയായി വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിലൂടെ പണം ഉണ്ടാക്കുന്നത്. അതിശയോക്തിപരമായ വാഗ്ദാനങ്ങൾ, ലക്ഷ്യം നേടാൻ പ്രയാസമുള്ള ടാർഗറ്റ് കൊടുക്കൽ എന്നിവയുടെ പേരിൽ ഇത് കുപ്രസിദ്ധമാണ്. വിൽക്കാനൊന്നുമില്ലാതെ ഒരാൾ ഒരു തുകയെടുത്ത് ഒരാളെ ചേർത്ത് അയാൾ മറ്റൊരാളെ ചേർത്ത് അതിന്റെ തുക താഴേക്ക് കൈമാറി പോകുന്ന രീതി ശരിക്കും പിരമിഡ് സ്കീം എന്ന തട്ടിപ്പാണ്.
ഇന്ത്യയിൽ മണി ചെയിൻ എന്ന് പറഞ്ഞ് നടന്നത് സമാനമായ തട്ടിപ്പാണ്. ഈ മണി ചെയിൻ മോഡൽ ഡോക്ടർ റുജ വൺകോയിനൊപ്പം ചേർത്തു. ആദ്യകാല നിക്ഷേപകരെ ആകർഷിക്കാൻ അവൾ ചെറിയ ആദായം നൽകിയിരുന്നു. MLM-ലൂടെ കോടീശ്വരനായ ഇഗോർ ആൽബർട്ട്സ് ഡച്ച് വ്യവസായിയെ ദുബായിലെ ഒരു വൺകോയിൻ ഇവന്റിലേക്ക് അവർ ക്ഷണിച്ചു. അവിടെ നിന്നാണ് പിരമിഡ് സ്കീം എന്ന ആശയം കിട്ടിയത്. പിന്നീട് ഇഗോർ ആൽബർട്ട്സും തന്റെ ബിസിനസ്സുകളെല്ലാം നിർത്തിവെച്ച് ലക്ഷക്കണക്കിന് ഡോളർ വൺകോയിനിലേക്ക് പമ്പ് ചെയ്തു. ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ പ്രേരണയെ തുടർന്ന് ബിസിനസ്സിൽ ചേർന്നു. അവർക്കെല്ലാം പണം പോയി. BBC-യുമായുള്ള അഭിമുഖത്തിൽ താൻ മറ്റുള്ളവരെ ചേർത്തത് തെറ്റായി പോയെന്ന് ഇഗോർ സമ്മതിക്കുന്നുണ്ട്. ദി മിസ്സിംഗ് ക്രിപ്റ്റോ ക്വീൻ എന്ന അന്വേഷണ പരമ്പരയ്ക്ക് വേണ്ടി BBC ലേഖകൻ ഉഗാണ്ടയിൽ വരെ പോയി തട്ടിപ്പിനിരയായവരെ കാണുന്നുണ്ട്. പ്രമുഖരായ പല ബിസിനസ് മാഗ്നറ്റുകളും റുജയുടെ വാചകമടിയിൽ വീണുപോയിട്ടുണ്ട്. അത്രയ്ക്കും ആളുകളെ വീഴ്ത്തുന്ന തരത്തിലാണ് അവർ സംസാരിക്കുന്നത്. ഡോക്ടർ റുജയെക്കുറിച്ച് ദ എക്കണോമിക്സ് പോലുള്ള പ്രമുഖ മാസികകളിൽ വാർത്തകൾ വന്നു. ചാനലുകൾ യുവ കോടീശ്വരരുടെ അഭിമുഖങ്ങളും എടുത്തു. പക്ഷേ അവർ അടിമുടി ഫ്രോഡായിരുന്നെന്ന് നിക്ഷേപകർ അറിഞ്ഞില്ല. ഒരു ക്രിപ്റ്റോ കറൻസി തുടങ്ങാനുള്ള യാതൊരു സംവിധാനവും വൺകോയിൻ ഉണ്ടായിരുന്നില്ല. ഈ ബിസിനസിന്റെ ഏറ്റവും അടിസ്ഥാനമായ ബ്ലോക്ക് ചെയിൻ സംവിധാനം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. കുറെ ഡേറ്റകൾ കൃത്രിമമായി ജീവനക്കാർ ഉണ്ടാക്കിയായിരുന്നു. ഇങ്ങനെ പണം കുമിഞ്ഞുകൂടുമ്പോൾ അവർ ജീവിതം അടിച്ചുപൊളിച്ച് ആസ്വദിക്കുകയും ചെയ്തു. ദുബൈയിലടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ വാരിക്കൂട്ടി. ഉല്ലാസ നൗകകളും ഹെലികോപ്റ്ററുകളും ഒക്കെ സ്വന്തമാക്കി. ഹോളിവുഡ് നടന്മാരെ വെച്ച് തന്റെ ആഡംബര ക്രൂയിസുകളിൽ പാർട്ടി നടത്തി. രാവിലെ ന്യൂയോർക്കിലാണെങ്കിൽ ഉച്ചയ്ക്ക് വിയന്നയിൽ, രാത്രി ദുബായിൽ. അങ്ങനെ പറന്നു നടന്ന് കമ്പനി മീറ്റിങ്ങുകളും പാർട്ടികളും നടത്തി ബിസിനസ് വർദ്ധിപ്പിച്ചു. പക്ഷേ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ വൺകോയിന്റെ പ്രമുഖ ഇൻവെസ്റ്റർമാർക്ക് ഇത് ഫ്രോഡ് സ്കീമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള അജ്ഞാതന്റെ ഫോൺ കോളിലൂടെയായിരുന്നു തകർച്ചയുടെ തുടക്കം. അന്ന് ഇൻവെസ്റ്റേഴ്സ് റുജയ്ക്ക് വേണ്ടിയായിരുന്നു വാദിച്ചത്. മാത്രമല്ല ബിറ്റ്കോയിൻകാരും ബാങ്കുകളും തങ്ങൾക്കെതിരെ തിരിയുകയാണെന്ന് അവർ നിക്ഷേപകരെ വിശ്വസിപ്പിച്ചു. കാരണം വൺകോയിൻ വ്യാപകമായാൽ ബാങ്കുകൾ പോലും ഇല്ലാതാവുമെന്നായിരുന്നു ഈ പഠിച്ച കളിയുടെ അവകാശവാദം. പക്ഷേ സംഭവം FBI-ക്ക് മുന്നിൽ പരാതിയായി എത്തി. അതോടെ പണി വാളുമെന്ന് ഇഗ്നറ്റോവയ്ക്ക് മനസ്സിലായി. 2017 ഗ്രീസിൽ നിന്ന് അവൾ അതിവിദഗ്ധമായി അപ്രത്യക്ഷമായി. തുടർന്ന് US അധികൃതർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. 2014 മുതൽ 2016 വരെ ബൾഗേറിയൻ മാഫിയുമായി സഹകരിച്ചാണ് ഇഗ്നറ്റോവ വൻ തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്ന് FBI പറയുന്നു. ശതകോടിക്കണക്കിന് ഡോളർ കബളിപ്പിച്ചത് കൂടാതെ മണി ചെയിൻ തട്ടിപ്പിനും കേസുണ്ട്. BBC ലേഖകൻ റുജ പോയ വഴിയൊക്കെ സഞ്ചരിച്ചു നോക്കിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. 2017 ഒക്ടോബർ 25 റുജ ഏതൻസിലേക്ക് പറന്നതായി US അധികൃതരും സ്ഥിരീകരിക്കുന്നുണ്ട്. അവൾക്ക് റഷ്യൻ, യുക്രൈനിയൻ പാസ്പോർട്ടുകൾ ഉണ്ടെന്നും റഷ്യയ്ക്കും ദുബായ്ക്കും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാറുണ്ടെന്നും പറയുന്നു. അതുമല്ല ബൾഗേറിയൻ മാഫിയ കൊന്നതാണെന്ന് പറയുന്നു. ഇന്ന് റഷ്യൻ മാഫിയെ പോലെ ലോകത്തെ വിറപ്പിക്കുന്ന ഒരു ടീമാണ് ബൾഗേറിയൻ മാഫിയ. അത്ര വലിയ സപ്പോർട്ടില്ലാതെ ഇതുപോലെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് അന്വേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഡോക്ടർ റുജ ഇഗ്നറ്റോവയ്ക്ക് എവിടെയൊക്കെ സ്വത്തുക്കൾ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. മാതൃ കമ്പനിയുടെ സ്വത്തുക്കളൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും തട്ടിപ്പിലൂടെയാണ്. അതായത് ഒരു കമ്പനിയുടെ ഉടമയായി മറ്റൊരു കമ്പനി, അതിന്റെ ഉടമയായി മറ്റൊന്ന് എന്നിങ്ങനെ അടിമുടി ഷെൽ കമ്പനികൾ. കള്ളപ്പണത്തിന് പേരുകെട്ട കരീബിയൻ ദ്വീപുകളിൽ അവരുണ്ടെന്നും അവസാനം പ്രചാരണം വന്നിരുന്നു. പണം പോയ കോടീശ്വരന്മാരൊന്നും വെറുതെ ഇരിക്കില്ലല്ലോ. അവരും റുജയെ അന്വേഷിച്ചിറങ്ങി. ഏതൻസിലെ ചില വെയിറ്റർമാർ റുജയെ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ എവിടേക്ക് പോയെന്ന് ആർക്കും പിടിയില്ല. തനിക്കൊരിക്കൽ മുങ്ങേണ്ടി വരുമെന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാവണം ഒരു തെളിവും കൊടുക്കാതെയായിരുന്നു ഈ സുന്ദരിയുടെ പ്രവർത്തനം. അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ നമ്പർ പോലും കിട്ടുന്നില്ല. ഭർത്താവ്, കുട്ടികൾ, കൂടെ പ്രവർത്തിച്ചവരെല്ലാം അജ്ഞാതം. പക്ഷേ റുജ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് FBI അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ അവർ വിവരം കൊടുക്കുന്നവർക്കുള്ള പാരിതോഷികം $4 മില്യൺ നിന്ന് $5 മില്യൺ ഉയർത്തിയത്. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖവും രൂപഭാവങ്ങളും ഒക്കെ മാറ്റി മറ്റൊരു ഐഡന്റിറ്റിയിൽ അവർ ജീവിക്കുന്നുവെന്നാണ് പൊതുവെയുള്ള നിഗമനം. അതല്ല, വൈകാതെ മുങ്ങേണ്ടി വരും എന്ന് അറിയാവുന്നതുകൊണ്ട് അവർ നേരത്തെ തന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത ഒരു മുഖമാണ് ലോകത്തിന് കാട്ടിക്കൊടുത്തതെന്നും അത് വീണ്ടും സർജറി ചെയ്ത് ഒരിക്കലും തിരിച്ചറിയാനാകാത്ത രൂപത്തിലാക്കിയെന്നും ചിലർ പറയുന്നുണ്ട്. ക്രിപ്റ്റോ ഫ്രോഡുകളെ സൂക്ഷിക്കാനുള്ള ശക്തമായ മുന്നറിയിപ്പും ഈ സംഭവം നൽകുന്നുണ്ട്. ആദ്യം ഇതെന്താണെന്ന് നിക്ഷേപകർ പഠിക്കണം. ലളിതമായി പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസികൾ ഡിജിറ്റൽ പണമാണ്. അവ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല, എന്നാൽ അവയ്ക്ക് മൂല്യമുണ്ട്. ഒരു ബാങ്ക് പോലുള്ള കേന്ദ്രീകൃത അതോറിറ്റി ഇതിനില്ല. എന്നാൽ ഇടപാടുകളുടെ ട്രാക്ക് സൂക്ഷിക്കാൻ കമ്പ്യൂട്ടർ ശൃംഖലയെ ആശ്രയിക്കുന്ന ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയാണ് ഇവ പിന്തുണയ്ക്കുന്നത്. നമ്മുടെ വൺകോയിന് ഈ ബ്ലോക്ക് ചെയിൻ പോലും ഇല്ലായിരുന്നു. അതിസങ്കീർണമായ പ്രോഗ്രാമുകളിലൂടെയാണ് ക്രിപ്റ്റോ രൂപീകരിച്ചിരിക്കുന്നത്. സോഫ്റ്റ്വെയർ കോഡ് എന്നും ഇവയെ വിശേഷിപ്പിക്കാം. എൻക്രിപ്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിലാണ് ഇവയെ ക്രിപ്റ്റോ കറൻസി എന്ന് വിളിക്കുന്നത്. ജപ്പാൻകാരൻ സതോഷി നഗമോട്ടോയാണ് 2008 ക്രിപ്റ്റോ കറൻസി കണ്ടുപിടിക്കുന്നത്. ബിറ്റ്കോയിൻ, ഇതേറിയം, റിപ്പിൾ, ലൈറ്റ് കോയിൻ, ടെല്ലർ തുടങ്ങിയവയാണ് പ്രധാന ക്രിപ്റ്റോ കറൻസികൾ. ഇതിൽ തന്നെ ഏറ്റവും മൂല്യമേറിയതും പ്രചാരമേറിയതും ബിറ്റ്കോയിനാണ്. ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയും ഇത് തന്നെ. $1,000-നെതിരെ $10,000 ഇപ്പോൾ ബിറ്റ്കോയിന്റെ മൂല്യം. ബിറ്റ്കോയിൻ എക്സ്ചേഞ്ചുകൾ വഴിയാണ് ട്രേഡിംഗ് നടക്കുന്നത്.
പക്ഷേ പല രാജ്യങ്ങളിലും ക്രിപ്റ്റോയ്ക്ക് നിരോധനമുണ്ട്. ഡിജിറ്റൽ കറൻസികൾക്ക് പ്രചാരം ഏറുന്നത് ബാങ്കിംഗ് സംവിധാനം ദുർബലമാക്കിയേക്കാം എന്നതാണ് ഇതിനെതിരായ ഒരു വാദം. കള്ളപ്പണമൊഴുക്ക് കൂടും എന്നും സാമ്പത്തിക ക്രമക്കേടുകൾക്കും തട്ടിപ്പുകൾക്കും ഇടയുണ്ടെന്നതും ക്രിപ്റ്റോ കറൻസികളിൽ നിന്ന് ചില ഭരണകൂടങ്ങളെ അകറ്റി നിർത്തുന്നു. ക്രിപ്റ്റോ കറൻസികളെ രൂപയിലോ മറ്റേതെങ്കിലും പണമായോ മാറ്റാൻ കഴിയും. എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഏത് ക്രിപ്റ്റോ കറൻസിയും രൂപയിലേക്കോ മറ്റോ കറൻസിയിലേക്കോ മാറ്റാം. വിവിധ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാം. വാസിർ എക്സ്, സെപ്പെ, കോയിൻ സ്വിച്ച്, കുബർ, കോയിൻഡേസി, എക്സ്ജിഒ എന്നിവയാണ് പ്രശസ്തമായ ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകൾ. കോയിൻബേസ്, ബിനാൻസ് തുടങ്ങിയ അന്താരാഷ്ട്ര വ്യാപാര പ്ലാറ്റ്ഫോമുകളിലൂടെ നിക്ഷേപകർക്ക് ബിറ്റ്കോയിൻ, ഡോജ്കോയിൻ, ഏതേറിയം, മറ്റ് ക്രിപ്റ്റോ കറൻസികൾ എന്നിവയും വാങ്ങാം. മറ്റേതൊരു നിക്ഷേപത്തെ പോലെ ക്രിപ്റ്റോയും ദീർഘകാല നിക്ഷേപത്തിന് ഉപയോഗിക്കാം. പക്ഷേ വിപണി മറ്റേതൊരു ധനകാര്യ വിപണിയേക്കാളും പുതിയതും കൂടുതൽ അസ്ഥിരവുമാണ്. അതിനാൽ ക്ഷമയോടിരിക്കുക. നിക്ഷേപിക്കുന്നതിന് മുമ്പ് നന്നായി പഠിക്കുക എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡോക്ടർ റുജെ പോലുള്ളവരുടെ വാചകമടിയിലല്ല കാര്യം എന്ന് ചുരുക്കം. ക്രിപ്റ്റോ കറൻസികളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വെല്ലുവിളി അവ ഇപ്പോഴും സർക്കാരിന്റെ നിയന്ത്രണങ്ങൾക്ക് പുറത്താണ് എന്നതാണ്. ആർക്കും ഒരു എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമോ നാണയമോ സൃഷ്ടിച്ച് വിൽക്കാം. ആ ആനുകൂല്യമാണ് റുജ ഇഗ്നാറ്റോവ മുതലെടുത്തത്. ഒരു ക്രിപ്റ്റോയുടെ ചരിത്രം പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിക്ഷേപം നടത്താവൂ. അതും വിശ്വസനീയമായ ഒരു പ്ലാറ്റ്ഫോം വഴി മാത്രം. അതല്ലാതെ തോന്നിയ മേഖലയിൽ പോയി കളിച്ചാൽ കൈ പൊള്ളുമെന്ന് ഉറപ്പ്.